സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരും. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. ദേശീയപാത ചാലക്കുടി അടിപ്പാതയിൽ വെള്ളം കയറി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. കനത്ത മഴയിൽ ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. ചാവക്കാട് അത്താണി പാലത്തിന് മുകളിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. ജില്ലയുടെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷം. വാടാനപ്പള്ളി ബീച്ചിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. TCV വാർത്ത ഫലം കാണുന്നു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ തൃശൂർ കോർപ്പറേഷൻ. ഷെൽട്ടർ സംവിധാനമൊരുക്കാൻ അജണ്ട. എരുമപ്പെട്ടിയിൽ മാസങ്ങളായി പാലിന്റെ പണം ലഭിക്കാതെ ക്ഷീര കർഷകർ. ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാൽ ഒഴിച്ചു കളഞ്ഞ് കർഷകരുടെ പ്രതിഷേധം. കുടിശ്ശികയ്ക്ക് കാരണം താൻ പണം വകമാറ്റി ചെലവഴിച്ചതാണെന്ന് സംഘം സെക്രട്ടറി. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില ലഭിക്കാത്തതിൽ കർഷകർ ദുരിതത്തിൽ. സപ്ലൈകോ സംഭരിച്ച 400 ടണ്ണിലധികം നെല്ലിന്റെ വിലയാണ് ലഭ്യമാകാത്തത്. നെൽകൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി കുഴൂരിലെ കർഷകർ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചില ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും മുന്നറിയിപ്പുണ്ട്. തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മധ്യ വടക്കൻ ജില്ലകളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമുണ്ട്. തീരപ്രദേശത്ത് കടലാക്രമണത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. മഴ ശക്തമായതോടെ പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകളും കൂടുതൽ ഉയർത്തി. എല്ലാ ഷട്ടറുകളും 12 ഇഞ്ച് വീതമാണ് ഉയർത്തിയിട്ടുള്ളത്. ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ ജലനിരപ്പ് നിയന്ത്രിക്കാനാണ് ക്രമീകരണം. ഇതുമൂലം മണലി, കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഗുരുവായൂരിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്ന് ഗൃഹനാഥയ്ക്ക് പരിക്കേറ്റു. പാലുവായി തൈക്കണ്ടിപ്പറമ്പിൽ അബ്ദുൾ മജീദിന്റെ ഭാര്യ റംലയ്ക്കാണ് പരിക്കേറ്റത്. ശബ്ദം കേട്ടുവെങ്കിലും അസുഖബാധിതയായ റംലയ്ക്ക് പെട്ടെന്ന് പുറത്തിറങ്ങാനായില്ല. മജീദും അയൽവാസികളും ചേർന്നാണ് റംലയെ പുറത്തേക്ക് എത്തിച്ചത്. വീട് താമസയോഗ്യമല്ലാത്തതിനാൽ ഇവർ തൊട്ടടുത്ത വീട്ടിൽ അഭയം തേടി. കുന്നംകുളം പഴുന്നാനയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണു. ആളപായമില്ല. കെട്ടിടത്തിന് 50 വർഷത്തിലേറെ പഴക്കമുണ്ട്. ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. ചാവക്കാട് തിരുവത്ര അത്താണി പാലത്തിന് മുകളിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. 10 മീറ്ററിലേറെ നീളത്തിലാണ് വിള്ളൽ. ഇതുവഴി നടക്കാനിറങ്ങിയ യുവാക്കളാണ് വിള്ളൽ കണ്ടത്. വിള്ളൽ കാണപ്പെട്ട ഭാഗത്ത് സിമന്റ് ഉപയോഗിച്ച് താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. എന്നാൽ മഴയിൽ വീണ്ടും വിള്ളൽ തെളിഞ്ഞ നിലയിലാണ്. മാസങ്ങൾക്ക് മുൻപ് ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപത്തെ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. വാടാനപ്പള്ളി ബീച്ചിൽ കടലാക്രമണം രൂക്ഷം. നിരവധി വീടുകൾ വെള്ളത്തിലായി. വീട്ടിനുള്ളിൽ വെള്ളം കയറിയ വടക്കൻ കുഞ്ഞയ്യപ്പക്കുട്ടിയുടെ വീട്ടുകാരെ മാറ്റി താമസിപ്പിച്ചു. പുതിയ വീട്ടിൽ കളാമ്പറമ്പിൽ മുഹമ്മദിന്റെ ഓടിട്ട വീട് പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ശക്തമായ തിരമാലയിൽ വെള്ളം ആഞ്ഞടിച്ച് വീടുകളിലേക്ക് കയറുകയായിരുന്നു. തിരകൾ ആഞ്ഞടിച്ചതോടെ തെങ്ങുകൾ കടപുഴകി. കടലോര മേഖലയിലെ വീടുകളിലും പറമ്പുകളിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഇനിയും കടലാക്രമണം ശക്തമായാൽ കൂടുതൽ വീടുകൾ തകരുമെന്ന ആശങ്കയുണ്ട്. വാടാനപ്പള്ളി ബീച്ച് മുതൽ പൊക്കാഞ്ചേരി ബീച്ച് വരെയാണ് കടലാക്രമണം രൂക്ഷം. ഫസൽ നഗർ മുതൽ വാടാനപ്പള്ളി ബീച്ച് വരെയുള്ള കടൽഭിത്തി ഭൂരിഭാഗവും കടലെടുത്തുപോയി. ഏത് നേരം പോകുന്ന അവസ്ഥയിൽ ഈ വക വ്യക്തികളെയാണ് ഇവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ നിൽക്കുന്ന വീട് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ടിട്ട് എന്തോ ഒപ്പിച്ചുണ്ടാക്കിയൊരു വീടാണ്. അവർക്ക് ഉറക്കമില്ല, ഊണില്ല. ഇതൊക്കെ ഇവർ കാണണ്ടേ? ഇങ്ങനെ ഓരോരുത്തർ വരിക നോക്കിക്കാണ്ട് പോയിട്ട് കാര്യമില്ലാന്നുണ്ടെങ്കിൽ പ്രതിവിധി കാണാമെന്നുള്ളതാണ്. പാവങ്ങൾക്കൊരു സംരക്ഷണം കൊടുക്കാണ് ഗവൺമെൻറ് നമുക്ക് കയറ്റുന്നത്. അല്ലെങ്കിൽ MLA അല്ലെങ്കിൽ കളക്ടറോ ആരാഴ്ച ഇവിടെ വന്നിട്ട് ഇങ്ങനെ പ്രതിവിധി അല്ലെങ്കിൽ കാണുന്ന സാധനം ഇപ്പം ഇന്ന് വൈകുന്നേരത്തോട് തീരും. അവിടെ നിന്ന് ഇങ്ങേറ്റം പൈപ്പ് പോകും. ഒരു പ്രതികരണം ഇല്ലാണ്ട് വെറുതെ ഇങ്ങനെ ആൾക്കാർ വന്ന് നോക്കി പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കാണണ്ടേ? കടലാക്രമണ വിവരമറിഞ്ഞ തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് KC പ്രസാദ്, വാടാനപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഭാസി, പഞ്ചായത്ത് അംഗങ്ങളായ CM നിസാർ, നൌഫൽ വലിയകത്ത്, വില്ലേജ് ഓഫീസർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. TCV ന്യൂസ്, തൃപ്രയാർ. മഴ കനത്തതോടെ ചാലക്കുടി പുഴയിലെ ജലവിധാനം ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പെരിങ്ങൽകുത്ത് ഡാമിലെ 2 എമർജൻസി ഷട്ടറുകൾ തുറക്കുകയും ശനിയാഴ്ച കനത്ത മഴ ഉണ്ടാവുകയും ചെയ്തതോടെയാണ് പുഴയിൽ വെള്ളം കൂടിയത്.
ഞായറാഴ്ച രാവിലെ 6.90 മീറ്ററാണ് ചാലക്കുടി പുഴയിലെ ജലനിരപ്പ്. ഇത് 7.10 മീറ്ററിലെത്തിയാൽ മുന്നറിയിപ്പ് അളവും 8.10 മീറ്ററിലെത്തിയാൽ അപകട പരിധിയും കടക്കും. ചാലക്കുടി റെയിൽവേ അടിപ്പാതയിൽ വെള്ളം കയറി വാഹനഗതാഗതം തടസ്സപ്പെട്ടു. പടിഞ്ഞാറെ ചാലക്കുടി തച്ചുടപ്പറമ്പ് റോഡിലും വെള്ളം കയറി. കാടുകുറ്റി പഞ്ചായത്തിലെ ചാത്തൻചാൽ പാടശേഖരം റോഡ് വെള്ളത്തിനടിയിലായി. പരിയാരം കപ്പാത്തോട് കരകവിഞ്ഞൊഴുകി. കാർഷിക വിളകൾക്ക് നാശം സംഭവിച്ചു. ഡാമുകൾ തുറന്നതോടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കനത്തു. ചാപ്പ വെള്ളച്ചാട്ടത്തിലും കുത്തൊഴുക്കാണ്. കേരള ഷോളയാറിൽ നിന്നുള്ള വെള്ളം പെരിങ്ങൽകുത്ത് ഡാമിൽ എത്തുന്നുണ്ട്. പറമ്പിക്കുളം ഡാമിൽ നിന്ന് തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടില്ല. ശനിയാഴ്ച രാത്രി മുതൽ ഞായറാഴ്ച രാവിലെ വരെ മഴ മാറി നിന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായി. TCV ന്യൂസ്, ചാലക്കുടി. ചാലക്കുടി പുഴയിലെ വെള്ളപ്പാറയിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാന 2 മണിക്കൂറിന് ശേഷം രക്ഷപ്പെട്ടു. എണ്ണപ്പന തോട്ടത്തിൽ നിന്നാണ് ആന മറുകരയിലെ പ്ലാന്റേഷൻ മേഖല ലക്ഷ്യമിട്ട് പുഴയിലേക്ക് ഇറങ്ങിയത്. പെരിങ്ങൽകുത്ത് ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം വരുന്നതിനാൽ കുത്തൊഴുക്ക് ശക്തമായിരുന്നു. പുഴയുടെ മധ്യഭാഗത്ത് എത്തിയപ്പോൾ ആന ഒഴുകിപ്പോകുമെന്ന അവസ്ഥയിലായി. ഇതോടെ ആന തിരികെ പോരുകയായിരുന്നു. വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ അടിതെറ്റി ആന പലവട്ടം ഒഴുകിപ്പോകുമെന്ന അവസ്ഥയിലായിരുന്നു. അവശനിലയിൽ എണ്ണപ്പന തോട്ടത്തിലേക്ക് തിരിച്ചെത്തിയ ആന പിന്നീട് മല കയറിപ്പോയി. TCV വാർത്ത ഫലം കാണുന്നു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ ഷെൽട്ടർ സംവിധാനമൊരുക്കാനുള്ള അജണ്ടയുമായി തൃശൂർ കോർപ്പറേഷൻ. പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ഭീതിയായി തൃശൂർ നഗരത്തിൽ അലഞ്ഞുതിരിയുന്ന നായ്ക്കളെ സംബന്ധിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപും TCV വാർത്ത നൽകിയിരുന്നു. ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന അജണ്ടയാണ് വ്യാഴാഴ്ച ചേരുന്ന തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ പരിഗണിക്കുന്നത്. ഷെൽട്ടർ ഒരുക്കി തെരുവുനായകളെ പിടിച്ചുകെട്ടി സംരക്ഷിക്കണമെന്നത് ദീർഘനാളത്തെ ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് സംബന്ധിച്ച് കൗൺസിലർ ജോൺ ഡാനിയൽ മേയർക്ക് കത്തും നൽകിയിരുന്നു. തെരുവുനായ ശല്യത്തിന് കാതലായ പരിഹാരം ഷെൽട്ടർ സംവിധാനമാണെന്ന് വിൽവട്ടം സീനിയർ വെറ്ററിനറി സർജൻ കോർപ്പറേഷന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നായകൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കുന്നതിൽ അഭിപ്രായം ചോദിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസും കോർപ്പറേഷനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. നിലവിൽ നായകളെ വന്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം പിടിക്കുന്നിടത്ത് തന്നെ ഇവയെ തിരിച്ചുവിടുന്ന രീതിയാണുള്ളത്. ഇത് നഗരത്തിൽ വീണ്ടും നായകളുടെ ശല്യവും സാന്നിധ്യവും ഉണ്ടാക്കുകയാണ്. ഇതൊഴിവാക്കാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഷെൽട്ടർ സ്ഥാപിക്കാൻ കൗൺസിൽ ഒറ്റക്കെട്ടായി തീരുമാനിക്കണമെന്നാണ് ആവശ്യം. TCV, തൃശൂർ. മാസങ്ങളായി പാലിന്റെ പണം ലഭിക്കാത്തതിൽ എരുമപ്പെട്ടിയിൽ ക്ഷീര കർഷകരുടെ പ്രതിഷേധം. ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാൽ ഒഴിച്ച് കർഷകർ പ്രതിഷേധിച്ചു. ഈ കയ്യും കാലും മുട്ടുമില്ലാതെ പണിയെടുത്തുണ്ടാക്കുന്ന ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് 2 മാസത്തെയും 3 മാസത്തെയും പാലിൻ്റെ പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ട് ഞങ്ങൾ ഇന്ന് പാലളക്കാൻ വേണ്ടി വന്നവരെല്ലാവരും ഇവിടെ പാലളക്കാണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ ഇവിടെ സൊസൈറ്റിയുടെ മുന്നിൽ ഒഴിച്ചു പോകാനും അത് ഉത്തരവാദിത്തപ്പെട്ട ആരും ഇവിടെ ഈ നിമിഷം വരെ എത്തിപ്പെട്ടിട്ടില്ല. 3 മാസമായി കർഷകർക്ക് പാലളന്ന പണം ലഭിച്ചിട്ട് നിരന്തരം പണം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ അവധികൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതിനെ തുടർന്നാണ് കർഷകർ ക്ഷീരസംഘം ഓഫീസിലെത്തി പ്രതിഷേധിച്ചത്. 30,000 രൂപ വരെ ലഭിക്കാനുണ്ടെന്ന് കർഷകർ പറയുന്നു. 3 മാസം കാശ് കിട്ടണം. ഈ കാശ് എന്ന് പറയണമെങ്കിൽ ഇവർ തീരുമാനിക്കുകയാണ്. ഞങ്ങൾ ഈ പശുവിൻ്റെ അടുത്ത് സൊസൈറ്റിയിൽ നിന്ന് പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പശുവിൻ്റെ മുമ്പിൽ നിന്നുണ്ടെങ്കിൽ പശുവിൻ്റെ പയറെന്ന് അറിയില്ല. ഈ കൊതുകടിയും ഈച്ചകടിയും കൊണ്ടിട്ടാണ് ഇത് കറന്നുകൊണ്ടിരുന്നത്. ഈ തീട്ടപ്പുല്ല് കഴിഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞങ്ങൾ മൊത്തം 5 ലക്ഷത്തിലധികം രൂപ പാൽ അളന്ന വകയിൽ കർഷകർക്ക് സൊസൈറ്റി നൽകാനുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് സെക്രട്ടറി എത്തിയെങ്കിലും കർഷകർക്ക് ലഭിക്കേണ്ട പണം എന്ന് നൽകും എന്നതിനെക്കുറിച്ച് പറയാൻ തയ്യാറായില്ല. തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ കർഷകർ പരാതി നൽകി. ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ 10 അംഗ സംഘമാണ്. ഈ 10 അംഗ സംഘത്തിൽ ഒരാളെങ്കിലും ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 6 മണിക്ക് പാലളക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഇതേവരെ ഒരു മനുഷ്യന്മാർ ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ക്ഷീരകർഷകർ പിഴിഞ്ഞങ്ങൾ കുടിക്കുക. ഇവരെവിടെ കൊണ്ട് മുക്കിയെന്നറിയില്ലേ കാശൊക്കെ. ഈ മിൽമയ്ക്ക് 50 ലിറ്റർ 60 ലിറ്റർ പാല് കൊടുത്ത് പോകുന്നുണ്ട്. ഈ പൈസ ഇവിടെ പോകണമാരില്ല. ഈ 17,000 രൂപയ്ക്ക് പാല് പുറമെ ഉണ്ട്. അതിൻ്റെ കാശ് ഇവിടെ പോകണമാരില്ല. ഒരാൾക്കും ഒരു ഉത്തരവാദിത്വമില്ല.
കോൺഗ്രസ് നേതാക്കളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, MM നിഷാദ്, NK കബീർ, അജു നെല്ലുവായ്, PS സുനീഷ്, MC ഐജു എന്നിവരും കർഷകർക്ക് പിന്തുണയർപ്പിച്ച് എത്തിയിരുന്നു. കർഷകർക്ക് അവരുടെ അർഹതപ്പെട്ട പണം ലഭിക്കുന്നതുവരെ സമരപരിപാടികളുമായി കൂടെയുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. ഏകദേശം 20ഓളം ക്ഷീരകർഷകരായിട്ടുള്ള കുടുംബങ്ങൾ പാലളക്കുന്നവരാണ്. എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു 4 മാസത്തോളമായി ഇവിടെ പാല് അളക്കുന്ന ക്ഷീരകർഷകർക്ക് അവർക്ക് ലഭിക്കേണ്ട പണം കൊടുക്കാൻ ഈ ഭരണസമിതി തയ്യാറാകുന്നില്ല. ഈ പ്രതിഷേധത്തിലും ഇതിൽ ഇവിടുത്തെ ഭരണാധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ തീർച്ചയായും ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഈ പ്രതിഷേധത്തിന്റെ രൂപം, സമരവും മാറുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇതിൽ രാഷ്ട്രീയമല്ല, ഞങ്ങളുടെ ഉറച്ച പിന്തുണ ഈ പ്രിയപ്പെട്ട ക്ഷീരകർഷകർക്ക് ഇവരുടെ ആവശ്യം നേടിയെടുക്കുന്നത് വരെ ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ പാൽ നൽകുന്ന ക്ഷീരകർഷകർക്ക് പണം കുടിശ്ശികയാകാൻ കാരണം പണം വകമാറ്റി ചെലവഴിച്ചതാണെന്ന് കാണിച്ച് സെക്രട്ടറി PA ജിജേഷ് രംഗത്ത്. പണം താൻ തന്നെ വകമാറ്റി ചെലവഴിച്ചതാണെന്നും സഹകരണ സംഘം ഭരണസമിതിക്കും പ്രസിഡന്റിനും ഇതിൽ പങ്കില്ലെന്നും സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെയാണ് സെക്രട്ടറിയുടെ വിശദീകരണക്കുറിപ്പ് പുറത്തുവന്നത്. ഏകദേശം 4 ലക്ഷം രൂപയോളം തിരിമറി നടത്തിയതായാണ് സൂചന. ക്രമക്കേട് നടത്തിയതിന് ജിജേഷിനെതിരെ നടപടിയുണ്ടായേക്കും. കർഷകർക്ക് കുടിശ്ശികയായി ലഭിക്കാനുള്ള പണം താൻ തന്നെ നൽകുമെന്നാണ് ജിജേഷ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില ലഭിക്കാത്തതിനാൽ നെൽകൃഷി കൈവിടാനൊരുങ്ങി കുഴൂരിലെ കർഷകർ. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നെല്ല് കൊടുത്ത കർഷകരാണ് കടക്കെണിയിൽ ആയിട്ടുള്ളത്. കുഴൂരിലെ കരിക്കാട്ടുചാൽ പാടശേഖരത്തിൽ 143 ഏക്കർ പാടത്ത് കൃഷി ചെയ്ത 400 ടണ്ണിലധികം നെല്ലാണ് സപ്ലൈകോ കൊണ്ടുപോയത്. 60 കർഷകരാണ് കൃഷി ചെയ്തിരുന്നത്. 3 വർഷം മുൻപ് വരെ 120 കർഷകരാണ് കൃഷി ചെയ്തിരുന്നത്. എന്നാൽ നെല്ലിന്റെ വില സമയത്തിന് ലഭിക്കാത്തതും ഉൽപാദന ചിലവ് വർദ്ധിച്ചതും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതും കാരണം പകുതി കർഷകർ കൃഷിയിൽ നിന്ന് പിന്മാറി. ഈ നില തുടർന്നാൽ ഇപ്പോഴുള്ള കർഷകരും കൃഷിയിടത്തിൽ നിന്ന് പിൻവലിയാനാണ് സാധ്യത. ഏപ്രിൽ മാസത്തിൽ PRS ലഭിച്ച കർഷകർ നെല്ലിന്റെ വില കിട്ടാൻ ബാങ്കുകളിൽ കയറിയിറങ്ങി കടുത്ത നിരാശയിലാണ്. കഴിഞ്ഞ വർഷത്തെ നെല്ലിന്റെ പണം ഇപ്പോഴാണ് ലഭിച്ചതെന്നും അതുകൊണ്ട് ഇപ്പോൾ നൽകാനില്ലെന്നുമാണ് ബാങ്കിന്റെ മറുപടിയെന്നും തുമ്പരശ്ശേരി പാടശേഖര സമിതി സെക്രട്ടറി KO വർക്കി പറഞ്ഞു. ഇന്ന് വരെ തുമ്പശ്ശേരി പാടശേഖരത്തിലെ ഒരു കർഷകർക്കും ഒരു പൈസയും ലഭിച്ചതും അറിയാൻ കഴിഞ്ഞിട്ടില്ല. 90% കർഷകരും അന്നന്നത്തെ വഴിക്ക് ഗതിയില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും കെട്ടുകാരി പോലും പണയം വെച്ചാണ് കൃഷി ഇറക്കുന്നത്. ആ കൃഷിയിൽ കിട്ടുന്ന നെല്ല് സപ്ലൈ വഴി കൊടുത്തിട്ട് ഇന്ന് വരെ നെല്ല് കിട്ടാതെ കാരണവും ഈ പലരും ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത്. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പയെടുത്താണ് പല കർഷകരും കൃഷി ഇറക്കിയിട്ടുള്ളത്. TCV ന്യൂസ്, മാള. ഇടവേള. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് & ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് & ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് & ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.
ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ദാ ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ദാ ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടി സെയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. ദേശീയപാത കൊരട്ടിയിൽ കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടു. പെരുമ്പിക്കും JTS ജംഗ്ഷനും ഇടയിൽ ഇന്ത്യൻ കോഫി ഹൌസിന് സമീപത്തുള്ള കൊരട്ടിച്ചാലിലേക്ക് നിയന്ത്രണം വിട്ട് ലോറി മറിയുകയായിരുന്നു. ഡ്രൈവർ അടക്കം വാഹനത്തിലുണ്ടായിരുന്ന 2 ജീവനക്കാർക്ക് തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇന്ത്യൻ കോഫി ഹൌസിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ തട്ടിയാണ് കണ്ടെയ്നർ വാഹനം ദേശീയപാതയിൽ നിന്നും 15 അടിയോളം താഴ്ചയുള്ള തോട്ടിലേക്ക് തെന്നി വീണത്. കാലിയായ കണ്ടെയ്നറുമായി മൈസൂരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. കുന്നംകുളം ആർത്താറ്റ് കഴിഞ്ഞ ദിവസം പോലീസുകാരൻ ഓടിച്ച ബൈക്ക് ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ആർത്താറ്റ് മഠത്തിപ്പറമ്പിൽ വീട്ടിൽ 54 വയസ്സുള്ള ശ്രീദേവിയാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലാണ് അപകടമുണ്ടായത്. കുന്നംകുളം സ്റ്റേഷനിലെ പോലീസുകാർ സഞ്ചരിച്ചിരുന്ന ബൈക്കാണ് ആർത്താറ്റ് വെച്ച് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന ശ്രീദേവിയെ ഇടിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കേരള വിഷൻ നെക്സസ് വിദ്യാഭ്യാസ പുരസ്കാരം ആമ്പല്ലൂരിൽ വിതരണം ചെയ്തു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻഫോനെക്സസ് കേബിൾ നെറ്റ് ചെയർമാൻ ആന്റോ വി മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിഷൻ 100 ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കുട്ടിക്കർഷക എയ്സൺ കൊച്ചുമോൻ, പഞ്ചഗുസ്തി ചാമ്പ്യൻ പോൾ ദാസ്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ 3 വയസ്സുകാരി മാളവിക നിതിൻ, ഗവേഷക ഡൽന ജോബി എന്നിവരെയും ആദരിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ്, ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, MD T ജയപ്രകാശ്, COA പുതുക്കാട് മേഖലാ പ്രസിഡന്റ് KA ഷീഫർ, മേഖലാ സെക്രട്ടറി AP റാഫേൽ, പ്രോഗ്രാം കൺവീനർ P ഗോപകുമാർ, ഇൻഫോനെക്സസ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് MD K മോഹനൻ എന്നിവർ സംസാരിച്ചു. എഡിസൺ ഫ്രാൻസ് നയിച്ച മോട്ടിവേഷണൽ ക്ലാസും വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരുന്നു. TCV ന്യൂസ്, പുതുക്കാട്. ജില്ലാ റെസ്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ജില്ലാ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആൺ പെൺ വിഭാഗങ്ങളിലായി 350-ൽ പരം പേർ മാറ്റുരച്ചു. P ബാലചന്ദ്രൻ MLA ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു.
റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ടെക്നിക്കൽ ചെയർമാൻ VN പ്രസൂദ് മുഖ്യാതിഥിയായി. സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് CT ജോഫി അധ്യക്ഷത വഹിച്ചു. ദേശീയ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ-17 വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഫിദ ഫാത്തിമയെ ചടങ്ങിൽ അനുമോദിച്ചു. സംസ്ഥാന റെസ്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറി രാജശേഖരൻ നായർ, അസോസിയേഷൻ ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ജോയ് വർഗീസ്, സെക്രട്ടറി PG ബബിൽനാഥ് എന്നിവർ പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും തൃപ്പുത്തരിയും ഭക്തിനിർഭരമായി. കർക്കിടക മാസത്തിലെ വാവ് കഴിഞ്ഞുവരുന്ന ആദ്യത്തെ ഞായറാഴ്ച ആഘോഷിക്കപ്പെടുന്ന ഇല്ലം നിറ തൃപ്പുത്തരി ചടങ്ങുകൾക്ക് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ 7 മണിയോടുകൂടി ആരംഭിച്ച ചടങ്ങുകൾക്ക് മേൽശാന്തി മുല്ലനേഴി ദിലീപൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനിപ്പുള്ളി, ട്രഷറർ ഭാസ്കരക്കുറുപ്പ്, വൈസ് പ്രസിഡന്റ് OA പരമേശ്വരൻ, ജോയിന്റ് സെക്രട്ടറി രാജീവ് തറയിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ദേവസ്വം മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഗുരുവായൂരിലെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ദേവസ്വത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച പാഞ്ചജന്യം അനക്സ് ഭക്തർക്കായി സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭക്തരെ അധിക സമയം വരി നിർത്തി ബുദ്ധിമുട്ടിക്കാതെ സമയബന്ധിതമായി ദർശനം നടത്താൻ ആവശ്യമായ സൗകര്യം ഒരുക്കണം. ദേവസ്വത്തിന് ചെലവഴിക്കാനാവുന്ന തുകയുടെ പരിധി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്ക് ഓണറേറിയം നൽകുന്നതിനും സർക്കാർ തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. NK അക്ബർ MLA, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. ആനത്താവളത്തിൽ ആനകൾക്കായി നിർമ്മിച്ച 10 ഷെഡുകൾ, ക്ഷേത്രത്തിലെ വൈദ്യുത ദീപാലങ്കാരം, ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നവീകരിച്ച മൈതാനം എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചുരുങ്ങിയ ചെലവിൽ ഭക്തർക്ക് താമസിക്കുന്നതിനുള്ള വാടക സംവിധാനമാണ് പാഞ്ചജന്യം അനക്സിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിതീവ്ര ഓപ്പറേഷന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ ഇരിഞ്ഞാലക്കുട എക്സൈസ് 2 കിലോ കഞ്ചാവ് പിടികൂടി. 3 അസം സ്വദേശികൾ അറസ്റ്റിൽ. മുജീബുർ റഹ്മാൻ, ബുൾബുൾ ഹുസൈൻ, ഹനാൻ അലി എന്നിവരാണ് അറസ്റ്റിലായത്. തൃശൂർ ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരിഞ്ഞാലക്കുട എക്സൈസ് CIയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ചാലക്കുടി മേഖലയിൽ അതിഥി തൊഴിലാളികൾക്കായി വിൽപ്പന നടത്തുന്നതിനായാണ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. കഞ്ചാവ് വാങ്ങിക്കാനെന്ന വ്യാജേന നിരീക്ഷണം നടത്തിയാണ് സംഘത്തെ പിടികൂടിയത്. ഇൻസ്പെക്ടർ AB പ്രസാദ്, ഉദ്യോഗസ്ഥരായ VM ജബ്ബാർ, KS ജിസ്മോൻ, PV ബെന്നി, MR നെൽസൺ, KP ബെന്നി, ബിബിൻ വിൻസെന്റ്, ഷോബിത്ത്, KK സുധീർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ദേശീയപാതയിലെ വെള്ളക്കെട്ടിൽ ദുരിതം പേറി ചാവക്കാട് തിരുവത്ര അത്താണിയിലെ ഷാനവാസും കുടുംബവും. കാനയിൽ നിന്ന് വെള്ളമൊഴുകി സ്വന്തം വീട്ടിലേക്കുള്ള വഴി പോലും ഒലിച്ചുപോയിരിക്കുകയാണ്. റോഡിൽ നിന്ന് ഏതാണ്ട് 100 മീറ്റർ ദൂരമുണ്ട് ഇവരുടെ വീട്ടിലേക്ക്. ഈ വഴി മുഴുവൻ വെള്ളക്കെട്ടിൽ അകപ്പെട്ട് കിടക്കുകയാണ്. വെള്ളക്കെട്ടിലൂടെ നടന്നു വേണം റോഡിലെത്താൻ. മകൾക്ക് സ്കൂളിൽ പോകാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി ഷാനവാസ് പറയുന്നു. 2 മാസമായി ഷാനവാസും കുടുംബവും ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. നിരവധി തവണ കളക്ടർ, ദേശീയപാത അധികൃതർ, തഹസീൽദാർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് ഷാനവാസ് പറയുന്നു. കളക്ടർ അടക്കം പറയുന്നത് ഞങ്ങൾ നിരവധി തലം പറഞ്ഞിട്ട് യാതൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ പരാതിക്കാർ, തഹസീൽദാർ ആയാലും കളക്ടർ ആയാലും ഒക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ ഓഗസ്റ്റ് 15-നകം പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ശിവാലയുടെ മുഴുവൻ ആളുകളെയും തടയും. അതിന് അവർക്ക് ഇവിടെ കാലെടുത്ത് കുത്താൻ അനുവദിക്കില്ല എന്ന് കൂടി പറയാനാണ്. അത്രമാത്രം പ്രയാസം അനുഭവിക്കുകയാണ്. ഈ മലിനജലം, കക്കൂസ് മാലിന്യം അടക്കം ഇതിലൂടെ ഒഴുകി പോവുകയാണ്. വെള്ളം ഒഴുക്കിവിടാൻ കരാർ കമ്പനി കുറച്ച് പൈപ്പിലൂടെ കൊണ്ടിട്ടു എന്നല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായില്ല. അത്താണി കിഴക്ക് സർവീസ് റോഡിലെ കാനയിലൂടെ വലിയ രീതിയിലാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്. അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നാണ് ഷാനവാസിന്റെ ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്. കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനുള്ളിലെ സീലിംഗ് ഭാഗികമായി അടർന്നു വീണു. സീലിംഗിൽ സ്ഥാപിച്ചിരുന്ന ജിപ്സം ബോർഡാണ് നിലംപതിച്ചത്. ശക്തമായ മഴയിൽ ഈർപ്പം തട്ടിയതാണ് തകർന്നു വീഴാൻ കാരണമെന്ന് സംശയിക്കുന്നു. ഞായറാഴ്ച കമ്മ്യൂണിറ്റി ഹാളിൽ നടത്താനിരുന്ന യോഗം മറ്റൊരു വേദിയിലേക്ക് മാറ്റി. കേരള പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്ന് വിരമിച്ച പത്രപ്രവർത്തകർക്ക് ആദരവും ഉന്നത വിജയം നേടിയ മാധ്യമപ്രവർത്തകരുടെ മക്കൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു.
തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ബോബി ചെമ്മണ്ണൂർ മുഖ്യാതിഥിയായിരുന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം ബി ബാബു അധ്യക്ഷത വഹിച്ചു. ES സുഭാഷ്, സുഗതൻ, P ബാലൻ എന്നിവർക്ക് കളക്ടർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഉന്നത വിജയം നേടിയ 9 വിദ്യാർത്ഥികളെ ജില്ലാ കളക്ടറും ബോബി ചെമ്മണ്ണൂരും ചേർന്ന് അനുമോദിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, ട്രഷറർ TS നീലാംബരൻ, സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ സെക്രട്ടറി ജോയ് M മണ്ണൂർ, MS സമ്പൂർണ്ണ എന്നിവർ സംസാരിച്ചു. തൃശൂർ IIAHSR പാരാമെഡിക്കൽ കോളേജിൽ വിവിധ കോഴ്സുകളിലെ പുതിയ ബാച്ചിന്റെ ക്ലാസുകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്കായി ആധുനിക രീതിയിലുള്ള ലാബ് സൗകര്യങ്ങളാണ് കോളേജിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ആരോഗ്യശാസ്ത്ര രംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ വിദ്യാഭ്യാസം ഏറ്റവും മികച്ച രീതിയിൽ ലഭ്യമാക്കുന്ന സ്ഥാപനമാണ് കുറുപ്പം റോഡിലെ തൃശൂർ ട്രേഡ് സെന്ററിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അലൈഡ് ഹെൽത്ത് സയൻസ് ആൻഡ് റിസർച്ച് പാരാമെഡിക്കൽ കോളേജ്. UGC അംഗീകാരമുള്ള വിവിധ പ്രമുഖ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ വൈഫൈ, AC, സ്മാർട്ട് ക്യാമ്പസോട് കൂടിയ കോളേജിൽ ആതുര സേവന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വിദഗ്ധരായ ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും നേതൃത്വത്തിലാണ് ക്ലാസുകൾ നടക്കുന്നത്. കോഴ്സ് പൂർത്തീകരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതിനോടകം 100% പ്ലേസ്മെന്റ് ഉറപ്പാക്കിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകളിൽ 1 വർഷം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് NAC അക്രഡിറ്റഡ് ആശുപത്രികളിൽ പെയ്ഡ് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. കൂടാതെ 5000-ൽ പരം ലാബ് ആൻഡ് ഹോസ്പിറ്റാലിറ്റിയുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്നതിനാൽ പഠനശേഷം വിദ്യാർത്ഥികൾക്ക് മുടക്കുമുതലില്ലാതെ തന്നെ ലാബ് തുടങ്ങുവാനുള്ള സൗകര്യവും ചെയ്തു നൽകും. കോളേജിലെ അതിനൂതന സൗകര്യങ്ങളോടുകൂടിയ ലാബിന്റെയും പുതിയ ബാച്ച് ക്ലാസുകളുടെയും ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് നിർവഹിച്ചു. മുഖ്യ അതിഥിയായി എത്തിയ മുൻ വിദ്യാർത്ഥിയും ടെലിവിഷൻ താരവുമായ റനീഷ റഹ്മാൻ വിദ്യാഭ്യാസ മികവിനെക്കുറിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. അക്കാദമി പ്രിൻസിപ്പാൾ ഡോക്ടർ ശ്രുതി രാമചന്ദ്രൻ, വൈസ് പ്രിൻസിപ്പാൾ ബിനീഷ അനൂപ്, അഡ്മിൻ അക്കാദമിക്സ് റിൻഡ ജിക്സൺ, ഡയറക്ടർ ഓഫ് അഡ്മിഷൻ റോണി ഫ്രാൻസിസ്, അക്കാദമിക് ഹെഡ് ഡോക്ടർ സൗരവ്, ഫാക്കൽറ്റി കാതറിൻ ജോസ് എന്നിവർ സന്നിഹിതരായി. തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെയിന്റ് ആൻസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായി. മധ്യസ്ഥയായ വിശുദ്ധ അന്നാവുമ്മയുടെ 114ാമത് തിരുനാളിനോടനുബന്ധിച്ചാണ് ഊട്ട് നടന്നത്. കണ്ണൂർ SJ ധ്യാനകേന്ദ്രത്തിലെ ഫാദർ രാജു അഗസ്റ്റിൻ ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ് നിർവഹിച്ചു. ആഘോഷമായ ദിവ്യബലിക്ക് ചേറൂർ ഇടവക വികാരി ഫാദർ ജോൺസൺ അന്തിക്കാടൻ കാർമ്മികനായി. ജെറുസലേം ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോ പാച്ചേരി തിരുനാൾ സന്ദേശം നൽകി. തിരുനാളിന്റെ ഭാഗമായി അന്ന നാമധാരികളുടെ സംഗമവും നടന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. മുള്ളൂർക്കര SN നഗറിൽ നിന്നും 150 സെന്റിമീറ്റർ നീളമുള്ള കഞ്ചാവ് ചെടി കണ്ടെത്തി. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമണിന്റെ നേതൃത്വത്തിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ചെടിക്ക് 4 മാസത്തെ വളർച്ചയുണ്ട്. രഹസ്യവിവരത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ MS സജി, ഷാജി KV, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നൂർജ, സിവിൽ എക്സൈസ് ഓഫീസർ അജീഷ് കുമാർ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. തൃശൂർ ചേന്തിണയും എറണാകുളം കലാജനതയും ചേർന്ന് ഏർപ്പെടുത്തിയ കവി ലൂയിസ് പീറ്റർ പുരസ്കാരം വിനോദ് ശങ്കറിനെ സമ്മാനിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ പുരസ്കാരം സമ്മാനിച്ചു. കവി VG തമ്പി ലൂയിസ് പീറ്റർ അനുസ്മരണം നടത്തി. കവി VS കണ്ണൻ, സുജോബി ജോസ്,
KP സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. മാന്നാമംഗലം ദർബയിൽ വലയിൽ കുടുങ്ങിയ ചേരപ്പാമ്പിനെ CPR നൽകി രക്ഷപ്പെടുത്തി. സ്നേക് ക്യാച്ചർ ലിജോ കാച്ചേരി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മാന്നാമംഗലം ദർബ സ്വദേശി പോലുവളപ്പിൽ രാജുവിന്റെ കോഴിക്കൂട്ടിൽ പാമ്പിനെ കണ്ടത്. മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്നേക് ക്യാച്ചർ ലിജോയും ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശ്രുതി S. നായർ എന്നിവർ സ്ഥലത്തെത്തി. ഈ സമയം പാമ്പ് വലയിൽ കുടുങ്ങി ജീവനറ്റ നിലയിൽ കിടക്കുകയായിരുന്നു. ഉടൻ തന്നെ പാമ്പിനെ കയ്യിലെടുത്ത് ലിജോ CPR നൽകാൻ ശ്രമിച്ചതോടെ പാമ്പ് വാലനക്കി. തന്റെ ചുണ്ടിനോട് ചേർത്ത് പാമ്പിന്റെ വായിലേക്ക് ശക്തിയായി ഊതിയതോടെ തലയനക്കി. പിന്നീട് പാമ്പിന്റെ മേലിൽ കൈവിരലുകൾ കൊണ്ട് പതുക്കെ തട്ടിക്കൊടുത്തതോടെ അനങ്ങി തുടങ്ങി. അരമണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാമ്പിന്റെ ജീവൻ രക്ഷിക്കാനായത്. ഏതാനും ദിവസം മുൻപ് കിണറ്റിൽ വീണ മാൻകുട്ടിയെ ലിജോ CPR നൽകി രക്ഷപ്പെടുത്തിയിരുന്നു. TCV ന്യൂസ്, തൃശൂർ. പെരിങ്ങാവ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടന്നു. തന്ത്രി ഹരി നമ്പൂതിരിയുടെ താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം നെൽക്കതിർ വിതരണം ചെയ്തു. പ്രസിഡന്റ് E. കൃഷ്ണൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് മനോജ്, വൈസ് പ്രസിഡന്റ് വേണുഗോപാൽ, ട്രഷറർ വേണുഗോപാൽ, CR ജോയിന്റ് സെക്രട്ടറി രാമചന്ദ്രൻ, സ്വാമിനാഥൻ എന്നിവർ നേതൃത്വം നൽകി. എറിയാട് പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ ആക്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. പേബസാർ കുന്നത്ത് ചെത്തിപ്പാടത്ത് വീട്ടിൽ ഷക്കീറാണ് അറസ്റ്റിലായത്. പെട്രോൾ പമ്പിലെ ജീവനക്കാരനായ എറിയാട് മാടവന സ്വദേശി പിടിയത്ത് തട്ടാമ്പറമ്പിൽ താജുദ്ദീനെ ആക്രമിച്ച കേസിലാണ് നടപടി. ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടി മനുഷ്യത്വരഹിതവും പ്രതിഷേധാർഹവുമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ പറഞ്ഞു. സാമൂഹ്യ സേവന രംഗത്തും വിദ്യാഭ്യാസ ആതുര സേവന രംഗത്തും കത്തോലിക്ക സഭയും സന്യാസ സമൂഹങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ഇതൊന്നും തന്നെ മനസ്സിലാക്കാതെ വർഗീയ വിഷം ചീറ്റുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും KG ശിവാനന്ദൻ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. കുന്നംകുളം ചെമ്മണ്ണൂരിൽ CPM BJP സംഘർഷത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. 3 CPM പ്രവർത്തകർക്കും 3 BJP പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റത്. CPM പ്രവർത്തകരും ചെമ്മണ്ണൂർ സ്വദേശികളുമായ പ്രണവ്, ആരിഫ്, അർജുൻ എന്നിവർക്കും BJP പ്രവർത്തകരായ വിഷ്ണു, ശ്രീനാഥ്, ദേവദത്ത് എന്നിവർക്കുമാണ് പരിക്കേറ്റത്. തൃശൂർ രംഗചേതനയുടെ ആഭിമുഖ്യത്തിൽ നാടക കലാസാഹിത്യകാരന്മാർക്ക് തൃശൂരിൽ ആദരം സംഘടിപ്പിച്ചു. നാടകപ്രതിഭ TM അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ PN പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ശശിധരൻ നടുവിൽ, ഡോക്ടർ ശ്രീജിത്ത് രമണൻ, പോൾ താണിക്കൽ, ED ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ നാടകശ്രേഷ്ഠ പുരസ്കാരം ഓച്ചിറ സരികയുടെ സത്യമംഗലം ജംഗ്ഷൻ എന്ന നാടകത്തിന് സമ്മാനിച്ചു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ നാടകാചാര്യൻ CL ജോസ് പുരസ്കാരം സമ്മാനിച്ചു. സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ KC പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CL റപ്പായി, KP ജോർജ്, AP സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. BMSന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് ബച്ചസ് കുടുംബസംഗമവും സിനിമാ മേഖലയിലെ മുതിർന്ന പ്രവർത്തകരെ ആദരിക്കലും അംഗത്വ വിതരണവും നടന്നു. ചെമ്പൂക്കാവിൽ നടന്ന ചടങ്ങ് ദേശീയ നിർവാഹക സമിതി അംഗം ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു.
പ്രസിഡന്റ് സുശാന്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി സരീഷ് പെരിങ്ങോട്ടുകര, സംസ്ഥാന ജനറൽ സെക്രട്ടറി TC സേതുമാധവൻ, ചലച്ചിത്ര താരങ്ങളായ നന്ദകിഷോർ, ശിവജി ഗുരുവായൂർ, BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവങ്കിടം തുടങ്ങിയവർ സംസാരിച്ചു. മാള മഠത്തുംപടിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോനാട്ട് വീട്ടിൽ മനോജാണ് മരിച്ചത്. സഹോദരിയുടെ വീട്ടിലാണ് മൃതദേഹം കണ്ടത്. മനോജിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. അമ്പഴക്കാട് മാടപ്പള്ളി ജോസഫിന്റെ ആടിനെ അജ്ഞാത ജീവി കൊന്നു തിന്നു. വനം വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിനെയും വിവരമറിയിച്ചിട്ടുണ്ട്. അമ്പഴക്കാട് മേഖലയിൽ അജ്ഞാത ജീവികളുടെ ആക്രമണത്തിൽ നിരവധി ആടുകളാണ് 3 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. മേൽശാന്തിമാരായ പ്രദീപ് നമ്പൂതിരി, ദിനേശൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ TA സുന്ദർമേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കരൾ രോഗബാധിതനായി അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു. വാടാനപ്പള്ളി സ്വദേശി അറക്കവീട്ടിൽ ബഷീറാണ് ചികിത്സയ്ക്കും കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കും സുമനസ്സുകളുടെ സഹായം തേടുന്നത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബഷീറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കരൾമാറ്റ ശസ്ത്രക്രിയയാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ഓട്ടോ ഡ്രൈവറായ ബഷീറിന്റെ ഓട്ടോ ഓടിച്ചു കിട്ടുന്ന പണം കൊണ്ടാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. ബഷീറിന്റെ ചികിത്സയ്ക്കായി സന്തോഷ് പണിക്കശ്ശേരി ചെയർമാനായി യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് TCV. മാള മഠത്തുംപടിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോനാട്ട് വീട്ടിൽ മനോജാണ് മരിച്ചത്. സഹോദരിയുടെ വീട്ടിലാണ് മൃതദേഹം കണ്ടത്. മനോജിന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് 5 ദിവസം കൂടി മഴ തുടരും. ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. ദേശീയപാത ചാലക്കുടി അടിപ്പാതയിൽ വെള്ളം കയറി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തി. കനത്ത മഴയിൽ ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ. ചാവക്കാട് അത്താണി പാലത്തിന് മുകളിലാണ് വിള്ളൽ രൂപപ്പെട്ടത്. ജില്ലയുടെ തീരമേഖലയിൽ കടലാക്രമണം രൂക്ഷം. വടാനപ്പള്ളി ബീച്ചിൽ നിരവധി വീടുകൾ വെള്ളത്തിലായി. TCV വാർത്ത ഫലം കാണുന്നു. തെരുവുനായ ശല്യത്തിന് പരിഹാരം കാണാൻ തൃശൂർ കോർപ്പറേഷൻ. ഷെൽട്ടർ സംവിധാനമൊരുക്കാൻ അജണ്ട. എരുമപ്പെട്ടിയിൽ മാസങ്ങളായി പാലിന്റെ പണം ലഭിക്കാതെ ക്ഷീരകർഷകർ. ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന് മുന്നിൽ പാൽ ഒഴിച്ചുകളഞ്ഞ് കർഷകരുടെ പ്രതിഷേധം. കുടിശ്ശികയ്ക്ക് കാരണം താൻ പണം വകമാറ്റി ചെലവഴിച്ചതാണെന്ന് സംഘം സെക്രട്ടറി. നെല്ല് നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും വില ലഭിക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിൽ. സപ്ലൈകോ സംഭരിച്ച 400 ടണ്ണിലധികം നെല്ലിന്റെ വിലയാണ് ലഭ്യമാകാത്തത്. നെൽകൃഷി ഉപേക്ഷിക്കാനൊരുങ്ങി കുഴൂരിലെ കർഷകർ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.